ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും സ്പീഡ് കൂടിയ ഒരു മീനാണ് ഈ മുറിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ സ്പീഡ് കൂടിയ മീൻ എന്ന് പറയുമ്പോൾ തന്നെ കുറേ പേർക്ക് മനസ്സിലാണ്ടാവും സെയിൽ ഫിഷ്, മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലക്കുടിയൻ, ഒരു വേട്ടക്കാരൻ കൂടിയാണ്. ആ ഒരു മീനാണ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു ഓർഡർ ഉണ്ട്, ഏകദേശം ഒരു 300 പീസോളം വെട്ടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓലക്കുടിയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്ന ഓർഡറാണ് 300 പീസിൻ്റെ ഓർഡർ. അതിനോടൊപ്പം തന്നെ കാളാഞ്ചി ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാളാഞ്ചിയുടെയും ഏകദേശം ഒരു 300 പീസിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിനെ വെട്ടുന്നൊരു വീഡിയോ ഉണ്ട് ഇന്നത്തെ. ഒരു പീസ് ജീവനുള്ളതാണ്ട് എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 16 എടുക്കാം ആദ്യം. ഒരു 18 ഉണ്ടെങ്കിലും 10-20 താഴെ വേണ്ടി വരും. ആദ്യം തന്നെ എടുത്ത് നോക്കാം അല്ലേ, നോക്കി നോക്കാം. ചെറുതോക്കി എടുക്കട്ടോ. അപ്പോൾ കറക്റ്റ് പീസ് കിട്ടുള്ളൂ. അപ്പോൾ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കാളാഞ്ചി. അപ്പോൾ അത് ഏകദേശം ഈ ഒരു സൈസ് വരുന്നത്, അതായത് 1.5 കിലോ താഴെ തൂക്കം വരുന്ന കാളാഞ്ചികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ എല്ലാത്തിനും ജീവനുണ്ട്. ലൈവ് കാളാഞ്ചിന് തന്നെയാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകണേട്ടാ. അപ്പോൾ നമ്മൾ ആദ്യം ഏകദേശം ഒരു 18 എണ്ണത്തിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 22 കിലോ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കത് പിന്നീടാണ് മനസ്സിലായത് അത് തികയത്തില്ല എന്ന്. അപ്പോൾ ഏകദേശം ടോട്ടൽ ഒരു 30 കിലോളം കാളാഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. 31 കിലോ കറക്റ്റ് പറയുകയാണെങ്കിൽ 31 കിലോളം കാളാഞ്ചി നമ്മളൊന്ന് എടുത്തിട്ടുണ്ട്. ഈ ഏകദേശം ഒരു 300 പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ നെയ്മീൻ അല്ലെങ്കിൽ കരിമീനാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ കാളാഞ്ചി എടുത്തിട്ടുള്ളത്. അതായത് അറിയാലോ, ഫിഷ് മോൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ഫിഷ് മീൻ എന്ന് പറയുമ്പോൾ അത് കരിമീൻ തന്നെ ആയിരിക്കും. കരിമീൻ അവൈലബിൾ ആയിരുന്നെങ്കിലും നമ്മുടെ കസ്റ്റമറുടെ ഒരു പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇത്തവണ എടുത്തേക്കുന്നത് കാളാഞ്ചിയാണ്. അപ്പോൾ കാളാഞ്ചിയും എല്ലാം കാളാഞ്ചി കൊണ്ടുപോകാറില്ലെന്നല്ല, എന്നാലും കരിമീനാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകാറുള്ളത് ഫിഷ് മോളി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് കാളാഞ്ചി കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നോക്കാം. പിന്നെ ഈ കാണുന്ന ടാങ്കിലുള്ള എല്ലാ മീനും കാളാഞ്ചിയാണ്. അപ്പോൾ കാളാഞ്ചി അങ്ങനെ മലന്ന് കിടക്കണമായിട്ട് നോക്കണ്ട, അതിപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ആ ഒരു കരയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇട്ടേൻ്റെ ആ ഒരു ഇതെല്ലാം കുറച്ച് നേരം കഴിയുമ്പോൾ അത് എഴുന്നേക്കും. ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാളാഞ്ചി ചത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനിത ചേച്ചിയും അംബിക ചേച്ചിയും ചാക്കോച്ചേനും സീതമ്മ ചേച്ചിയും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇത്തിരി തിരക്കുറവായിരുന്നതുകൊണ്ട് സുഖമായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അത് എല്ലാവരും ഈ ബോക്സിൽ നിന്നാണ് എല്ലാവരും എടുത്തിട്ട് കാളാഞ്ചി ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാക്കോച്ചേട്ടനാണ് വെട്ടുന്നത്. ബാക്കി 3 പേരും ചെതുമ്പലൊക്കെ ചെത്തി ക്ലീനാക്കി അങ്ങോട്ട് കൊടുക്കും. ചാക്കോച്ചേട്ടൻ അതിൻ്റെ ചെകിളയും കാര്യങ്ങളൊക്കെ വെട്ടി നുറുക്കി നല്ല സ്ലൈസ് പീസാക്കിയിട്ട് തരോട്ടെ നമുക്ക്. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് കാളാഞ്ചി 1-2 കാളാഞ്ചികൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചേട്ടൻ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വേസ്റ്റൊക്കെ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടാങ്കിൽ ഇപ്പോൾ നോക്കിയപ്പോൾ ഓരോന്നും 2 ഇങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ബാക്കിയൊക്കെ മയങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാം എഴുന്നേക്കും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ മീനത് ചാക്കോച്ചേട്ടൻ വെട്ടി തുടങ്ങേണ്ടത് ഈ കാണുന്ന ഒരു സൈസിലായിരിക്കട്ടെ നമ്മൾ എല്ലാ മീനും വെട്ടുന്നത്. അപ്പോൾ ആദ്യം വെട്ടിയിൽ നിന്ന് നമ്മൾ ഒരു കാളാഞ്ചിയിൽ നിന്ന് ഏകദേശം എത്ര പീസ് കിട്ടുമെന്ന് ഇതായി നമ്മൾ എണ്ണി നോക്കണം. അപ്പോൾ ഒരു കാളാഞ്ചി ആദ്യമായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം ഒരു 12 പീസോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ആ ഒരെണ്ണം വെട്ടിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് വെട്ടേണ്ടതെന്നും ഏത് രീതിയിലാണ് മുറിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മീനിന് എത്ര കഷ്ണം കിട്ടുമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്തായാലും ഇനിയും കുറച്ച് മീൻ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രാവിലെ തന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഏകദേശം നമ്മൾ ആദ്യം എടുത്തത് 22 കിലോ ആയിരുന്നെങ്കിൽ നമ്മൾ ടോട്ടലി 31 കിലോളം എടുക്കേണ്ടി വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ മീനും കേരതേ ഒരു ചെറിയൊരു കേരയാണ് വെട്ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇത്ര 4 പേര് വെട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഒരാൾ ആ കേര എന്തായാലും വെട്ടി പെട്ടെന്ന് തന്നെ കൊടുക്കോട്ടാ.
അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് ചെത്തിക്കഴിഞ്ഞ മീനെല്ലാവരും നമ്മുടെ ചാക്കോച്ചേൻ്റെ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തലഭാഗവും പിന്നെ വാലിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ ഈ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കത്തില്ല. നല്ല പീസുകൾ മാത്രം വേറെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ തലയും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കറി വയ്ക്കാനായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഫിഷ് മോളിയുടെ പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഏകദേശം ഒരു 80-85 ഗ്രാമോളം സൈസ് വരുന്ന തൂക്കം വരുന്ന ഓരോ പീസിലാക്കി നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ കാളാഞ്ചികളെല്ലാവരും ഓരോന്നായിട്ട് എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മയങ്ങി കിടക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിയുന്നതോറും നമ്മുടെ ഫിഷ് ടാങ്ക് മറൈൻ ഫിഷ് ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വൈകിട്ട് വരെ നിൽക്കാനുള്ള മീനുകളാണ് നമ്മളെടുത്ത് ആ ലൈവ് ടാങ്കിൽ കിടക്കുന്നത്. അപ്പോൾ അതിനോടകം തന്നെ ഒരു സെറ്റ് മീൻ വെട്ടി നുറുക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ സീതമ്മ എണ്ണി തിട്ടപ്പെടുത്തി കവറിലോട്ടാക്കി മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഐസിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു നിർബന്ധമുണ്ട്. ഇപ്പോൾ ഏതൊരു ടീം വന്നിട്ടുണ്ടെങ്കിലും, ഏതൊരു ക്യാപ്റ്റൻ ടീമോ അതിൽ ഏതൊരു സാധാരണ റീറ്റെയിൽ കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ നമുക്ക് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കാളാഞ്ചിയെ വെട്ടി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലക്കുടിയാണ്. ഈ സെയിം കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ടീമിന് തന്നെയാണ് ഈ ഓലക്കുടിയും കാളാഞ്ചിയും പോകുന്നത് കേട്ടോ. അപ്പോൾ അത് അടുത്തതായിട്ട് നമ്മൾ ഓലക്കുടി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9.25 കിലോ നമ്മൾ ആദ്യം എടുത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് 9.25 നമ്മൾ ഏകദേശം ഒരു 10 കിലോ കണക്ക് കൂട്ടിയത്. അപ്പോൾ 9.25 കിലോ ആദ്യം കൊടുത്തിട്ട് ബാക്കി ബാലൻസ് വരുന്നത് പിന്നെയും ഓലക്കുടിയുടെ മീറ്റ് കൊടുക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ 9.25 കിലോ കൊണ്ട് നമുക്ക് 300 പീസിന് കൂടുതൽ നമുക്ക് ഏകദേശം കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലക്കുടി മീൻ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 30-35 ഗ്രാം വരുന്ന കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ നുറുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓലക്കുടി നമ്മൾ എടുത്തേക്കുന്നത് പറഞ്ഞാൽ വോൾ ഫിഷിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വരുന്ന ഭാഗങ്ങളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വേസ്റ്റായിട്ട് വേറൊന്നും പോകാനില്ല. ഓലക്കുടി അറിയാമല്ലോ, ഓലക്കുടിക്ക് വേസ്റ്റ് എന്ന് പറയാനായിട്ട് ആ സ്കിന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ള ആ സെൻറ്ററിൽ ആ ബോൺ മാത്രമേ വേസ്റ്റായിട്ട് പോകാനുള്ളൂ. അപ്പോൾ പരമാവധി നമുക്ക് ഇതിൽ നിന്ന് മീറ്റ് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഓലക്കുടിയും വെട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാക്കോ ചേട്ടൻ അതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കും. അതിന് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ സീതമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുന്നത്. ഈ കാണുന്ന പോലെ പീസിലാക്കിയിട്ട് സീതമ്മ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30-35 ഗ്രാമോളം സൈസ് വരുന്നത് ഈ കാണുന്ന പോലത്തെ ചെറിയ പീസിലാക്കി മാറ്റേണ്ട. അപ്പോൾ ഇത് കണ്ടില്ലേ, ചാക്കോ ചേട്ടൻ അതിൻ്റെ സ്കിന്നിൽ നിന്ന് ഒരു തരി മാംസം പോലും വേസ്റ്റായി പോവാത്ത രീതിയിലാണ് ഈ കാണുന്ന പോലെ ചെത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിൽ നിന്ന് ഓലക്കുടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റേജ് വളരെ കുറവായിരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ട് മടിക്കേണ്ട. നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ അതേ നമ്മളുടെ ഓലക്കുടി പറഞ്ഞ നേരം കൊണ്ട് കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പോൾ മീറ്റ് മാത്രം നമുക്ക് ഓൾറെഡി മീറ്റ് മാത്രമായിട്ട് നമ്മളുടെ കയ്യിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഈ കാണുന്ന പോലെ തൊലി എത്തിയെടുത്തിട്ട് ഈ കാണുന്ന പോലെ മുറിക്കേണ്ട ആവശ്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വിത്തിനൊരു എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 20 മിനിറ്റോളം വേണ്ടി വന്നില്ല ഈ മുഴുവൻ ഓലക്കുടി, അതായത് ഈ 300 പീസും വെട്ടി തീരാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലക്കുടിയെയും കാളാഞ്ചിയെയും വെട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതായത് കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം രണ്ടും കാളാഞ്ചിയും ഓലക്കുടിയും നമുക്ക് ഏകദേശം ഒരു 300 പീസോളം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഫിഷ് മോളിക്കും ഒരെണ്ണം കറിക്കായിട്ടുള്ളതും, അതായത് ഈ ഓലക്കുടി. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ വളരെ ചെറുതായിരിക്കും, വളരെ ചെറിയ വീഡിയോകളായിട്ടാണ് നമ്മൾ വരാറുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. പരമാവധി എല്ലാ ദിവസവും നമ്മൾ ഈ ലോങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് തോന്നുന്നത് സ്പെഷ്യലായിട്ട് തോന്നുന്ന ഓരോ നിമിഷങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കട്ടെ. എന്തായാലും നിങ്ങൾ കമൻറ്റായിട്ട് വരണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നിന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഫിഷ് ടാങ്കാണ് ഈ കാണുന്നത്. നമ്മുടെ ഫിഷ് ടാങ്കിലുണ്ടായിരുന്ന എല്ലാ മീനും വിറ്റ് പോയിട്ട് ഈ കാണുന്ന ഒരു കാളാഞ്ചി മാത്രമേ ഇനി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം തന്നെ നല്ലൊരു വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. ചാക്കോച്ചൻ അവിടെ അവസാനം മിനുക്ക് പണികളായ മുള്ളൊക്കെ വെട്ടിയിടുന്നുണ്ട്. ഇതേ സീതമ്മ
നമ്മുടെ ഓലക്കുടി വെട്ടിയതെല്ലാനും എണ്ണി തിട്ടപ്പെടുത്തി കവറുകളിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് ഐസിൽ വെക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റമർ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഐസിൽ നിന്ന് എടുത്ത് കൊടുക്കും. അപ്പോൾ എന്തായാലും ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.